ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങളൊരു ഫോട്ടോ എടുക്കുന്നു വിചാരിച്ചു. ആ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ട് പിടിച്ചിട്ട് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഫോട്ടോ ആണ്. അല്ലെങ്കിൽ നിങ്ങളെടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട്, അതായത് വെളുത്തിട്ട് പാറുന്ന ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് കേസിൽ നിങ്ങളുടെ ഫോട്ടോ എങ്ങനെ നോർമൽ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റർ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളുടെ ഫോൺ അതില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും, കാരണം ലൈറ്റ് റൂം അറിയാത്തവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ വീഡിയോ പറയുന്നത്. 3 എക്സാമ്പിൾ വെച്ചിട്ട്, അതുകൊണ്ട് കുറച്ച് ലെങ്ത് കൂടുതലായി. സോ അത് મને ലാഗ് അടിക്കുന്നില്ല, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത്. ഇതൊരു ഓവർ എക്സ്പോസ്ഡ് ഫോട്ടോ ആണ്. ഇത്തിരി ഓവറാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മുഖത്തൊക്കെ ഒരു ലേശം ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ്, അധികമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മളൊന്ന് കുറച്ച് നോർമൽ രീതിയിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതിലൊരു മഞ്ഞ് പിടിച്ച പോലെ ഒരു ഫോഗ് ഫീലാണുള്ളത്. അതായത് മൊത്തത്തിൽ ഈ ഒരു ഭാഗം, അതായത് ഫേസിൻ്റെ ഏരിയ മൊത്തം എന്താ പറയുക, ഒരു പുക പിടിച്ച പോലെയൊക്കെയാണുള്ളത്. സോ അങ്ങനത്തെ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഫോട്ടോ ഉള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇഫക്ട്സ് എന്നുള്ളൊരു ഓപ്ഷനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഡീഹൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക ഫോഗ് അല്ലെങ്കിൽ ഹെയ്സ്, അതായത് ആ ഒരു മഞ്ഞ് അല്ലെങ്കിൽ ഒരു പുക പിടിച്ച പോലത്തെ സംഭവം നമുക്ക് കുറക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ അധികം കുറക്കുന്നില്ല. ഇത് കൂടുതൽ കുറക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നോയ്സ് വരും. സോ ഇതിലങ്ങനെ നോയ്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അധികം ലേശം കുറക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു ലെവലിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് സാച്ചുറേഷനും കൂടിയിട്ടുണ്ട്. സോ ഞാൻ ലേശം വൈബ്രൻസ് കൂട്ടി. വൈബ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാച്ചുറേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ കളറാണ്. അപ്പോൾ ഈ വൈബ്രൻസ് എന്ന് വെച്ചാൽ അതും കളർ തന്നെയാണ്. ഈ സാച്ചുറേഷൻ കൂട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഓവറായിട്ടുള്ള കളറ് വീണ്ടും ഓവറാവും. അതായത് ഇപ്പോൾ ഇതിനകത്തൊരു ഓറഞ്ച് ടോണാണുള്ളതെങ്കിൽ വീണ്ടും ഓറഞ്ച് ടോൺ കൂടി വരും. അതേ സ്ഥാനത്ത് വൈബ്രൻസ് ആണ് കൂട്ടുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ആ ഓറഞ്ച് മാത്രമല്ല, അതല്ലാതെ നമ്മൾ ഈ പച്ച കളറൊക്കെ ഭയങ്കര സാച്ചുറേഷൻ കുറവാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ലെവലിൽ സാച്ചുറേഷൻ ഒരു കളർ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈബ്രൻസ് കൂട്ടുക, സാച്ചുറേഷൻ ലേശം ഒന്ന് കുറക്കുകയാണ്, അധികമൊന്നുമില്ല, കാണുമ്പോൾ ഒരു നീറ്റായിട്ട് തോന്നുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഡിഫറൻസ്. കണ്ടില്ലേ, ആ ഒരു ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോ, ഓവർ എക്സ്പോസ്ഡ് അല്ല, ലേശം ഒരു ഫോഗ് പിടിച്ച പോലത്തെ ഫോട്ടോ തന്നെ നമ്മളൊന്നും കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കി എടുക്കാം. അതിന് വേണ്ടി ലൈറ്റ് ഓപ്ഷനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, കാരണം അറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഹൈലൈറ്റ് ആണ്. ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പേര് തന്നെ ഉണ്ട്, ഹൈ ലൈറ്റ്. അതായത് ഭയങ്കര ലൈറ്റ് കൂടിയില്ലേ, ഇപ്പോൾ ഈ ഒരു ഏരിയ, അതുപോലെ ഈ ഒരു ഏരിയ, ഭയങ്കര ലൈറ്റ് കൂടുതലുള്ള ഈ ഒരു ഏരിയ ഒക്കെ, ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയ ഒക്കെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം. ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറക്കാൻ പറ്റുന്നതാണ്. വലിയൊരു ഡിഫറൻസ് വരത്തില്ല, ചെറിയ ഡിഫറൻസ് ആണ്. പിന്നെ ഉള്ളത് ഷാഡോസ് ആണ്. അതായത് നമ്മുടെ നേല് പോലത്തെ ഏരിയാസ് ഉണ്ട്, ഈ ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നു ഈ ഒരു മുഖവും അതുപോലെ ഈ ഒരു ശരീരമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡാർക്കായിട്ടുള്ള ഏരിയയിലെ ഷാഡോസ് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്യാണ്. ഷാഡോസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഡാർക്ക് പാർട്ട് ഒന്ന് ബ്രൈറ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ചെറിയ ഡിഫറൻസേ തോന്നുള്ളൂ. ഓക്കെ, അതുപോലെ ഈ വൈറ്റ്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയ, അത് മാത്രം നിങ്ങൾക്ക് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും ആ ഒരു രീതിയിലാണ് സംഭവം. അതേസമയത്ത് ബ്ലാക്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം നിങ്ങൾക്ക് ഡാർക്ക് ആക്കുവാനോ അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം നിങ്ങൾക്ക് ബ്രൈറ്റ് ആക്കി എടുക്കണമെങ്കിൽ, ഇപ്പോൾ കണ്ടില്ല ഈ മുടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഇതിപ്പം ബ്ലാക്ക് നടുവിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇത് കൂട്ടുന്ന സമയത്ത് കണ്ടില്ല ആ മുടി കുറഞ്ഞുകൂടി ബ്ലൂയിഷ് രീതിയിൽ, കുറച്ച് ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയത്ത് ബ്ലാക്ക് കുറക്കുമ്പോൾ ഒരു ബ്ലാക്ക് ആയിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. സോ ഞാനിവിടെ വേണ്ട രീതിയിൽ ഒരു ബ്ലാക്ക് സെലേഷൻ കുറക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ കുറച്ച് എന്താ പറയുക ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇനി വേറെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫോട്ടോ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇഫക്ട്സിനകത്ത് പോയിട്ട് ഡീഹൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയ്സ് പോവും, പുക പോവും. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ടില്ല, നേരത്തെ പറഞ്ഞ പോലെ നോയ്സ് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലങ്ങനെ ഒരു പുക പിടിച്ച പോലെ അല്ലെങ്കിൽ ഒരു ഫോഗ് ഫീലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീഹൈസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മളിവിടെ ചെയ്യുന്നത് ഞാൻ നേരത്തെ ചെയ്യാത്ത വേറൊരു ടെക്നിക്കാണ്. അത് നോർമലി ഈ ചെയ്യുന്നൊരു സംഭവമാണ്. ഈ ഒരു ഇമേജ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ എക്സ്പോഷർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അത് ബ്രൈറ്റ് ആക്കുന്നതും അതുപോലെ ഡാർക്ക് ആക്കുന്ന ഒരു സംഭവമാണ്. കുറച്ചൊന്ന് താഴ്ത്തിയിട്ടൊരു മീഡിയം ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഓക്കെയാണ്, കണ്ടില്ല. ഇനി ഇതിനകത്ത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അതായത്
ഭയങ്കര എന്താ പറയുക ഡാർക്കായിട്ട് ഏരിയ ഡീറ്റെയിൽസ് കാണുന്നുണ്ട്, അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഡീറ്റെയിൽസും കാണുന്ന ഒരു ഫ്ലാറ്റ് ലുക്കിലാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്കിനെ ബ്ലാക്കായിട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് കൂട്ടി, അതുപോലെ വൈറ്റിനെ വൈറ്റായിട്ട് കൊണ്ടുവരുന്ന രീതിയിൽ കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടി, അതുപോലെ ഹൈലൈറ്റ്സ് നമ്മൾ കുറച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഷാഡോസ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കൂട്ടി കൊടുത്തു. അതുപോലെ ബ്ലാക്ക്സ് ഉണ്ട്, ബ്ലാക്ക്സ് ഞാനൊന്ന് ബ്ലാക്ക് ആക്കി എടുക്കുന്നു, എന്നിട്ട് വൈറ്റ്സ് കുറച്ചൊന്ന് കൂട്ടിക്കൊടുത്തു. ഓക്കെ, ദിസ് ഈസ് ബിഫോർ ആൻഡ് ഇതാണ് ആഫ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഡീഹൈസ് കുറച്ചപ്പോൾ നോയ്സ് കുറേ നല്ലോണം കാണുന്നുണ്ടാവും, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നോയ്സ് അധികം ഇല്ല. സോ ഈ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസിനകത്ത് നോയ്സ് റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നോയ്സ് ഒരു ബ്ലാക്ക് കളറിലാണുള്ളതെങ്കിൽ അത് നോയ്സ് റിഡക്ഷൻ ചെയ്താൽ മതി. അതേ സ്ഥാനത്ത് കണ്ടില്ല ഇതിലൊരു റെഡിഷ് ഗ്രീനിഷ് ലുക്ക് വരുന്നുണ്ട് ഈ ഒരു നോയ്സിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ കളർ നോയ്സാണ് യൂസ് ചെയ്യേണ്ടത്. സോ കളർ നോയ്സ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൊടുക്കുക. ഫുള്ളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക നന്നായിട്ട് സ്മൂത്ത് ആകുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ കളർ നോയ്സ് കുറച്ചേ ഇതിനകത്തുള്ളൂ. ഓക്കെ, ഞാനൊരു 25% അതിൻ്റെ ഇടയിലൊക്കെയാണ് വെക്കുന്നത്. അതുപോലെ നോയ്സ് റിഡക്ഷനാണ് കുറച്ചും കൂടി കൂട്ടുന്നത്. ഈ നോയ്സ് റിഡക്ഷൻ ഫുള്ളാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അല്ലേ ഭയങ്കരമായിട്ട് സ്മൂത്താക്കിയിട്ടൊരു കുറച്ചൊരു കാർട്ടൂൺ രീതിയിലൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഒരു മിഡിൽ ലെവൽ വെക്കുകയാണ്. അതിനൊരു ഡീറ്റെയിൽസ് ഉണ്ട്, അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് പോക്കാത്ത രീതിയിൽ നോയ്സ് റിഡക്ഷൻ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നീട് അത് ഞാൻ നടുവിലാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു നോയ്സ് എന്തായാലും വേണം, കാരണം നമ്മൾ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ നോയ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോനെ ഞാൻ ഇഫക്ട്സിനകത്ത് പോയിട്ട് ഈ ക്ലാരിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്, ക്ലാരിറ്റി കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസിൽ നമ്മൾ ക്ലാരിറ്റി കൂടുമെന്ന് അറിയില്ല, അതുപോലെ ക്ലാരിറ്റി കൂടും, കുറച്ച് കഴിഞ്ഞാൽ കുറക്കും. പക്ഷേ നമുക്ക് കുറച്ചൊരു എസ്തെറ്റിക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ക്ലാരിറ്റി കുറക്കുക, എന്നിട്ട് ഈ കളറിനകത്ത് പോയിട്ട് ഇതൊരു ഭയങ്കര വയലറ്റ് ഫീലാണുള്ളത്. അപ്പോൾ ഞാനൊന്ന് പച്ച കളറായി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആക്കി കഴിഞ്ഞാൽ ഒരു എസ്തെറ്റിക് ഫീലാണ്. ഇപ്പം അധികമുള്ള ഫിൽറ്റേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ഗ്രീനിഷ് കളറും കുറച്ച് ഗ്രെയിൻസൊക്കെ കൂടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ലുക്കാണിത്. സോ ഇങ്ങനത്തെ രീതിയിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ദിസ് ഈസ് ബിഫോർ ആൻഡ് ഇതാണ് ആഫ്റ്റർ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഇത് ഹൈലൈറ്റ്സും ഇതൊക്കെ കുറക്കാം, പക്ഷെ ഞാനധികം കുറച്ചിട്ടില്ല, ഒരു മീഡിയം ലെവലാണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തമ്മിൽ കാണിച്ച ഫോട്ടോ ആണ്. പക്ഷേ ഈ ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ലൈറ്റ് ഉള്ളത്. അതുപോലെ തന്നെ കണ്ടില്ലേ ഈ മുകളിലുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് ലെൻസ്, എൻ്റെ ക്യാമറ ലെൻസ് പൊട്ടിയത് കൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന റിഫ്ലക്ഷൻസ് ആണ് ഈ ഒരു ഭാഗമൊക്കെ. ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടാണുള്ളത്, ബ്രൈറ്റ് ആയിട്ടാണുള്ളത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടത്തില്ല. സോ നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇഫക്ട്സിനകത്തുള്ള ഡീഹൈസ് ഫുള്ള് കുറച്ചു എന്ന് വിചാരിച്ചോ, അതുപോലെ ലൈറ്റിനകത്ത് നമ്മൾ ഹൈലൈറ്റ്സ് മൊത്തം കുറച്ചു, ഫൈറ്റ്സ് മൊത്തം കുറച്ചു, എക്സ്പോഷർ കുറച്ചാലും കണ്ടില്ല ഈ ഒരു ഭാഗം കുറച്ചൊരു വൈറ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. സോ ആ ഒരു ഭാഗം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇനി ഞാൻ ചെയ്യുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഫോട്ടോ ഉള്ളത്. ഇതൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ്, അതായത് അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് നോർമൽ രീതിയിലാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഓവർ എക്സ്പോസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിൽ ശേഷം ഒന്ന് എക്സ്പോഷർ കൂട്ടി കൊടുക്കുകയാണ്, ഒരു മുഖത്തിലൊരു ചെറിയ ഡീറ്റെയിൽസ് വരേണ്ട രീതിയിൽ. എന്നിട്ട് ഞാൻ ഇതിൽ ഷാഡോസ് ലേശം കൂട്ടിക്കൊടുത്തു, ഹൈലൈറ്റ്സ് ലേശം കുറച്ചു, അധികം കുറച്ചാൽ കണ്ടില്ല ആ ഒരു ആകാശത്ത് ലേശം ഒരു ബ്ലൂയിഷ് കളറൊക്കെ വരുന്നുണ്ട്, അതായത് ആ ഒരു ഇമേജ് നല്ല രീതിയിൽ പ്രോബ്ലം വരുന്നുണ്ട്. സോ ഹൈലൈറ്റ് ഞാൻ ഒരു മീഡിയം ലെവലിൽ ഷാഡോസ് വീണ്ടും ഒന്ന് സെറ്റാക്കി. പിന്നെ ഈ കോൺട്രാസ്റ്റ് ലേശം ഒന്ന് കൂട്ടിക്കൊടുത്തു, അതുപോലെ ബ്ലാക്ക്സ് ലേശം കൂട്ടിക്കൊടുത്തു, വൈറ്റ്സ് ലേശം ഇൻക്രീസ് ചെയ്തു. സോ ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ചൊരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഷാഡോസ് വീണ്ടും കൂട്ടിയിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഫോട്ടോത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഒരു ലോ എൻഡ് സ്മാർട്ട് ഫോണിനകത്താണ്, Redmi 9 എന്ന് പറഞ്ഞിട്ടുള്ള. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ നോയ്സ് ഉണ്ട്. സോ ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നോയ്സ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോയ്സ് റിഡക്ഷൻ ചെയ്യണം. ഇതിനകത്ത് ബ്ലാക്ക് ഡോട്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോയ്സ് റിഡക്ഷനാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരു 25% ആണ് കൊടുക്കുന്നത്. അതുപോലെ ഇഫക്ട്സിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാരിറ്റി ഒന്ന് കൂട്ടിക്കൊടുക്കാം. ക്ലാരിറ്റി കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറച്ചിട്ട് ഒരു ഗ്ലോ എഫക്റ്റ് കൊടുക്കാം. നമ്മളിപ്പോൾ ഫോട്ടോസിനകത്ത് കണ്ടിട്ടുണ്ടാവും ഒരു എസ്തെറ്റിക് ഫോട്ടോ. സോ ക്ലാരിറ്റി നല്ല കുറച്ചിട്ടൊരു അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് മുഖത്തൊരു ഫേസിനകത്തൊരു ഹെയ്സ് ഉണ്ട്. സോ അത് ലേശം ഒന്ന് കുറക്കണമെങ്കിൽ ഇങ്ങനെ ഡീഹെയ്സ് കുറച്ച് കുറക്കാം. അപ്പോൾ എന്നിട്ട് ലൈറ്റിനകത്ത് പോയി ഷാഡോസ് ലേശം കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കി എടുക്കാം. എന്നിട്ട് ഹൈലൈറ്റ് ഒന്നും കൂടി ഞാൻ ഒന്ന് ഡാർക്ക് ആകുന്നുണ്ട്.
ഓക്കെ, ഇത് ലേശം കൂടെ മുഖത്തെന്തോ ഒരു കുറച്ച് ഡാർക്ക് തോന്നിക്കുന്നുണ്ട്. ഈ ലേസ് ഒന്ന് ഇങ്ങനെ ലെസ്സാക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇത്ര മതി. കാരണം ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അധികം ഈ ഫോട്ടോത്തിൻ്റെ മുകളിൽ കളിക്കാൻ പറ്റില്ല. കാരണം അതൊരു ലോ ആൻഡ് ഫോണിൽ നിന്ന് എടുത്താണ്, അധികം MB ഇല്ലാത്ത ഒരു ലോ ക്വാളിറ്റി ഫോട്ടോ ആണ്. സോ കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഫോട്ടോസിനകത്ത് കളർ കുറവാണെന്നുണ്ടെങ്കിൽ ഈ വൈബ്രൻസ് കൂട്ടുക, സാച്ചുറേഷൻ കുറക്കുക. ഓക്കെ, അതുപോലെ നിങ്ങളെ ഫോട്ടോസിൽ ഒരു കുറച്ചും കൂടി ഒരു നീറ്റാക്കാൻ വേണ്ടിയിട്ട് ഈ യെല്ലോ സാച്ചുറേഷൻ ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു നീറ്റായി വരും. അതായത് നിങ്ങൾ ഫോട്ടോസിനകത്തൊരു യെല്ലോ ടോൺ കൂടുതലാണെങ്കിൽ കുറച്ച് കുറക്കും. ഇതൊരു കളർ ഗ്രേഡിങ് ടെക്നിക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അണ്ടർ അല്ലെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ഫോട്ടോസ് നിങ്ങൾക്ക് നോർമൽ ആക്കി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 എക്സാമ്പിൾസ് കാണിച്ചുകൊണ്ടാണ് കുറച്ച് ലെങ്ത് തോന്നി. വളരെ സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ലൈറ്ററിനകത്തുള്ള മെയിൻ ടൂളാണ് കേർവ് ടൂൾ. അതുപോലെ കളർ ഗ്രേഡിങ് എങ്ങനെ ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.